ഇടിവെട്ടിയവൻ്റെ തലയിൽ പാമ്പ് കടിച്ചെന്നുള്ളൊരു അവസ്ഥയാണ് കേട്ടോ. ട്രൈപോഡിന് എന്താ പറ്റിയതെന്ന് എനിക്കറിയില്ല. ഉച്ചക്കൊരു വീഡിയോ എടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കയ്യിൽ ഊരി വന്നിട്ടുണ്ടായിരുന്നു അത്. പിന്നെ ഞങ്ങളെ വീട് ഒരുവിധമൊക്കെ പൊളിച്ച് തുടങ്ങുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമാണ്. കാരണം ഞങ്ങൾ ഈ വീട് വന്നിട്ട് ഒരു വർഷമായിട്ടുള്ളൂ. പക്ഷേ ഈ വീടും ഞങ്ങളെ ഓർമ്മകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. കാരണം ഈ മുറ്റത്ത് ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് പ്രത്യേക ഒരു ഫീലാണ്. അപ്പോൾ പകുതിയോളം പൊളിച്ച് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് വേറെ വീട് എന്തായാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് മുറ്റത്തോട്ട് ഇറങ്ങിയത് കേട്ടോ. ഞങ്ങളെ നെയ്ബറിൻ്റെ ഓട്ടോറിക്ഷയിൽ തന്നെയാണ് ഞങ്ങളെ കമ്പനി ഇടിയൊക്കെ കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴാട്ടോ നല്ലൊരു മഴക്കാറും അതുപോലെ തന്നെ കാറ്റും ഇടിയൊക്കെ വിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞാൻ ട്രൈപോഡ് ഒന്നും കൂടി ഞാനും കൂടെ ഒന്ന് ശരിയാക്കി നോക്കാമെന്ന് വിചാരിച്ചോട്ടാ. എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല. കാരണം കുറേ നോക്കിയിട്ടൊന്നും ശരിയാവുണ്ടായിരുന്നില്ല. പിന്നെ ഐനൂസിന് കാർട്ടൂണൊക്കെ വെച്ചുകൊടുത്ത് അവളെ സൈഡാക്കി ഇരുത്തിയിട്ടും അവൾ ഇരിക്കണ്ടായിരുന്നില്ല കേട്ടോ. അവൾ നേരെ എൻ്റെ ട്രൈപോഡ് ശരിയാക്കാൻ പറ്റുമെന്ന് കേട്ടോ നോക്കുന്നത്. പിന്നെ അവളെ ഞാൻ വേറെ കോക്കോമല വെച്ചുകൊടുത്തപ്പോൾ അവൾ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നേ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മഴയും പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഈ മഴയത്തൊക്കെ മൂടിപ്പൊതച്ചിങ്ങനെ കിടന്നുറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. പക്ഷേ ഐനൂസ് ഉറങ്ങാത്തതുകൊണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. നമ്മളെ വീഡിയോസ് പുതിയതായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ.